ഇൻഡോറിൽ ഷിബിലിയെ കാണാൻ ചെല്ലുന്നതാണ് സഹോദരനായ ഷാദിലി സുഹൃത്തുമായിട്ട്. അപ്പോൾ അവിടെ വ്യാപകമായ സിമി വേട്ടകൾ നടക്കുന്ന ഒരു സമയത്ത് ഇവരും ഉൾപ്പെടെ പിടിയിലാവുന്നു. ഇതുപോലെ ഒരു മാർച്ച് 16 അവർ അറസ്റ്റിലാവുന്നത്. ജൂലൈയിലാണ് അഹമ്മദാബാദ് സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ അന്ന് അഹമ്മദാബാദിൽ അവർക്ക് മതിയായ പ്രതികളെ കിട്ടാതായപ്പോൾ അവർ ചെയ്ത ഒരു പണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന ആളുകളെ ഇതിലേക്ക് കോൺസ്പിറസി ചുമത്തിയിട്ടും ചെയ്ത് ഈ ആളുകളെ പ്രതിയാക്കുന്നു. അപ്പോൾ ഷിബിലി അറസ്റ്റിലാവുമ്പോൾ ഉള്ള തമാശ എന്ന് പറയുന്നത്, ഷിബിലി ആ സമയത്ത് ബോംബെ ATSന്റെ കസ്റ്റഡിയിലാണ്. അന്ന് ഹേമന്ത് കാർക്കരയുടെ കസ്റ്റഡിയിലാണ്. ഹേമന്ത് കാർക്കരെ എന്ത് ചെയ്യുന്നുണ്ട്, ഷിബിലിയെ നുണപരിശോധനയ്ക്കടക്കം വിധേയമാക്കുന്നുണ്ട് വേറൊരു കേസിൽ. അപ്പോൾ ഷിബിലി അതിൽ കക്ഷിയല്ല എന്ന് കണ്ടിട്ടാണ് കാർക്കരെ ആ കേസിൽ നിന്ന് ഷിബിലി ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ഈ സെയിം ടൈമിൽ നടക്കുന്ന അഹമ്മദാബാദ് ബ്ലാസ്റ്റിനെ കുറിച്ച് ഷിബിലി അവിടെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നാർക്കോയിൽ വരണമല്ലോ. ഈ വരാത്ത ഷിബിലിയെ തിരിച്ച് ഇൻഡോറിലേക്ക് അയക്കുമ്പോഴാണ് അഹമ്മദാബാദ് പോലീസ് വന്നിട്ട് ഷിബിലിയെ കൊണ്ടുവന്നത്. ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ ഷാദിലിയും അൻസാറിനെയൊക്കെ അഹമ്മദാബാദ് ബ്ലാസ്റ്റിൽ പ്രതിയാക്കുന്നു. ഇവരാണെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അഹമ്മദാബാദിലേക്ക് പോകുന്നത് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ. അവർക്ക് അതിൽപ്പെട്ടപ്പോൾ ഷാദിലിക്കും ഷിബിലിക്കും വധശിക്ഷയാണ്.